ഇന്നും ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ ഒരു നാടൻ സ്റ്റൈൽ കൂട്ടുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് സ്വീറ്റിയും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറികളൊന്നും അധികം ഉടയാതെയാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് നമ്മുടെ പച്ചക്കായ ഉണ്ടല്ലോ, അത് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ചേനയും കഷ്ണിച്ചിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതായത് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പച്ചക്കായാലും ചേനയായാലൊക്കെ പെട്ടെന്ന് ഒരു 2-3 തിളയ്ക്ക് തന്നെ ജസ്റ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ഉടഞ്ഞു വരും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കിയിട്ട് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അല്ലാണ്ട് കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഒരു 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത കടല ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ. വേവിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചതാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി തേങ്ങ, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കറിവേപ്പിലയും ഒരു പച്ചമുളക്, ഇത് ഓപ്ഷണലാട്ടോ, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ ചെറിയ ജീരകവും ചേർത്തിട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കും എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഫൈനായിട്ട് അരക്കാണ്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ അതൊക്കെ ഒതുക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറി, അതായത് പച്ചക്കായും ചേനയും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കടലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ കൂട്ടുകറി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെള്ളം പോലെയൊന്നുമല്ല, ഒരു ചെറിയൊരു കട്ടിയുള്ളൊരു കറിയാണ്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് യോജിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കൊന്ന് താളിച്ചൊഴിക്കാനുണ്ട്. അതിന് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഗോൾഡൻ കളർ, അതായത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് അരിഞ്ഞ് പോകാത്ത രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിടണം. ഇത്രയേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഏറ്റവും സിമ്പിളാണ്. ഞാനിപ്പം ഫ്ലെയിമിൽ വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടെടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയുടെയും ആ തേങ്ങ മുരിഞ്ഞ് വന്നിട്ടുള്ള സ്മെല്ലും ഒരു സൂപ്പർ സ്മെല്ലാണ്. അപ്പോൾ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് കുറച്ച് ശർക്കര, ഒരു ചെറിയ പീസ് ശർക്കരയുടെ പൊടി ഞാനിവിടെ അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആവത്തുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുന്നത്, പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. നിങ്ങൾ കട്ടകളാണുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടോ അല്ല എന്തെങ്കിലും വെച്ച് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ചൂട് ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ വെറുതെ കഴിക്കാനായിട്ടും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. ഈ ഒരു ഓണത്തിന് ഈ ഒരു രീതിയിൽ കൂട്ടുകറി ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.